ഈ പറയുന്ന കോൺഗ്രസ് ലീഡർഷിപ്പുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ വിഷയത്തിൽ ഞാനൊരു ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ട ആളല്ല, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്, നമുക്ക് സഹകരിച്ച് പോകണം, വലിയ വിഷയങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് എന്നെ കണ്ട് സംസാരിക്കുകയും നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെടുകയും ഈ UDF പ്രവേശനത്തിന് മുൻകൈ എടുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബുമാണ് ഒരു ഭാഗത്ത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഞാൻ മുൻ പറഞ്ഞ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ഉൾപ്പെട്ട UDF യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നത്. പിന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ എന്തിനാണ് രാജിവെച്ചത്? ഞാൻ രാജിവെച്ചതിലെ അന്നത്തെ പ്രധാന വിഷയം ഈ പറയുന്ന വനഭേദഗതി ബില്ലും അതോടൊപ്പം 2-3 കാര്യങ്ങൾ ഉയർത്തിയിട്ടാണ് ഞാൻ രാജിവെക്കുന്നത്. ജനങ്ങൾ നിലമ്പൂരിലെ പല വിഷയങ്ങളും തടസ്സപ്പെടുന്നു. ജനങ്ങൾ എന്തിനു വേണ്ടിയാണോ LDFന് വോട്ട് ചെയ്തത് ആ വിഷയങ്ങളിൽ ആ ഗവൺമെന്റിൽ നിന്ന് പല എതിരായ നടപടികളും ഉണ്ടാകുന്നു. മൂന്നാമത്തെ കാര്യം, വീണ്ടും LDF ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരാൻ പോകുന്നു. മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരുമെന്ന നരേഷൻ ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ ശ്രമിക്കുന്നു. അത് ശരിയല്ല. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ LDF അല്ല അധികാരത്തിൽ വരാൻ പോകുന്നത്, UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന ഒരു വോട്ടിംഗ് പാറ്റേണിലൂടെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഈ പിണറായി ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ, അതിനല്ലേ ഞാൻ രാജിവെച്ചത്. ആ രാജിവെക്കുമ്പോൾ എന്താ വേണ്ടത്? എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണല്ലോ UDF ലീഡർഷിപ്പ് തീരുമാനമാക്കേണ്ടത്. അത് ചെയ്യുമെന്നല്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ കണക്കുകൂട്ടിയിട്ടുള്ളത്. ഷൗക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ആ അഭിപ്രായ വ്യത്യാസമൊന്നും ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്ത ഒരു മിഷന് തടസ്സമേ അല്ല. നിങ്ങൾക്കറിയാം, ഇന്നലെ അദ്ദേഹം ഞാൻ ഒരുമിച്ചാണ് ചോർന്നത് ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട്. ഞങ്ങൾ അത്ര വല്ല എതിർപ്പുണ്ടെങ്കിൽ ആരെങ്കിലും തൊട്ടടുത്ത് പോയിരുന്ന ഭക്ഷണം കഴിക്കും, ഇഷ്ടംപോലെ സീറ്റ് അവിടെ അല്ലേ. അദ്ദേഹവുമായുള്ള വിഷയം വേറെയാണ്, അത് ഇവിടെ ഇപ്പം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല. അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഘട്ടത്തിൽ അന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അത് ഇലക്ഷന് മുമ്പാകുമോ പിമ്പാകുമോ അത് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ UDF നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയെ ഇനി എന്താ പറയുക, ഈ ചർച്ചകൾ നടക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു ചർച്ചയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അവിടെ എൻ്റെ വിഷയം ഒരാൾക്കും എതിർപ്പില്ലാത്ത ആ സമൂഹത്തിൽ നിന്ന്, നിലമ്പൂരിലെ പൊതുസമൂഹത്തിൽ നിന്ന് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ടൊരു വോട്ട് പോകരുന്ന വോട്ടാർക്ക് ആരുമാകട്ടെ. ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥിക്ക് ഒരു പ്രസക്തി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു 2 ദിവസം മുമ്പ്. നിങ്ങൾക്കറിയാം, അവിടെ ജനങ്ങളും ഈ പറയുന്ന LDFും തമ്മിലെ പോരാട്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ ഒരു കുഴപ്പം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പ്രയാസം കൊണ്ട് ഒരു വോട്ട് പോകരുത് എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇനിയിപ്പോൾ വേറൊരു സ്ഥാനാർത്ഥിനെ തീരുമാനിക്കപ്പെടുമ്പോഴും ആ സ്ഥാനാർത്ഥിക്കും ചില പരിമിതികളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുന്നത്, അൻവർ അധിക പ്രസംഗിയാണ്. ഞാൻ എവിടെയാണ് അധിക പ്രസംഗം നടത്തിയത്? സ്ഥാനാർത്ഥിയെ തീരുമാനിക്കപ്പെടുന്നത് വരെ എൻ്റെ ധാരണ എന്താ, പൊതുസമൂഹത്തിന്റെ ധാരണ എന്താ? UDFന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും, മോശം ഉണ്ടാവില്ല. ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചു ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചല്ലോ സ്ഥാനാർത്ഥിയായിട്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ഞാൻ പറഞ്ഞു. അതെന്റെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം, അതില്ലാന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് വളച്ച് പറയാനും തിരിച്ചു പറയാനും ഒന്നും സാധിക്കില്ല. ഇനിയിപ്പോൾ ഒരു വടിയാണ് അവിടെ UDF നിർത്തിയിട്ടുള്ളത്. ആ UDFന്റെ ഭാഗമാണെങ്കിൽ എനിക്കെന്താ പ്രയാസം? ആ UDFന്റെ ഭാഗമായി അതിനോടൊപ്പം നിൽക്കാൻ. ഇവിടെ വിഷയം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട്, ഒരു 25,000-30,000 വോട്ടിനോട് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അതിന് ഉതകുന്ന രീതിയിലെ കാര്യങ്ങൾ നടത്തണം. അപ്പോൾ ഒരു സഹകരണ മുന്നണിയാക്കാന്ന് പറഞ്ഞു, അതിന് സമ്മതിച്ചു. സഹകരണ മുന്നണി അറിയാൻ നിങ്ങൾക്ക് അറിയാം, ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണത് മതി, പ്രശ്നമില്ല. ചെറിയ പാർട്ടിയല്ലേ, നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ.
അതിനും നമ്മൾ സമ്മതിച്ചു. അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ? ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ. ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ, ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത്? ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എൻ്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. അത് കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? എന്നെ ദയാവാദത്തിന് വിട്ടിരിക്കണം. ദയാവാദം. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ? നിങ്ങൾക്കറിയോ, ഈ മലപ്പുറം ജില്ലയിൽ 1,86,000 ചെറുപ്പക്കാർ, മിഡിൽ ഏജിലായിട്ടുള്ള ആളുകളും പാസ്പോർട്ട് എടുക്കാനും ഉള്ള പാസ്പോർട്ട് പുതുക്കാനും കഴിയാതിരിക്കുക. എന്താ അറിയോ? ഈ സുജിത്താസും അജിത് കുമാറും ഉണ്ടാക്കി പോയ കേസുകൾ, പെറ്റി കേസുകൾ, ബൈക്കിൽ 3 ആൾ പോയതിന്, ഹെൽമെറ്റ് ഇല്ലാത്തതിന്, വണ്ടി പാർക്ക് ചെയ്തതിന് 1,86,000-ഓളം. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഈ മലയോര മേഖലയിലെ ഈ മനുഷ്യന്മാരനുഭവിക്കുന്ന പ്രശ്നം, ആ നിയമ ഭേദഗതി ബില്ല്, അതിനെതിരെ എതിർത്ത് ജയിലിൽ പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതുപോലെ വിശദീകരിക്കപ്പെടണം. ഒരു ജില്ലയാകെ ഏറ്റവും വലിയ വർഗീയവാദികളും വിഘടനവാദികളുമായി രാജ്യത്തിന്റെ മുന്നിൽ, രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ RSSനോടൊപ്പം കൂട്ടുചേർന്ന് നിന്ന അജിത് കുമാർ ആ വിഷയം കേരളത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞതാണോ ഞാൻ വിഷയം? ഇതാണല്ലോ PV അൻവർ അധിക പ്രസംഗിയല്ലേ? ജനങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ അധിക പ്രസംഗിയാണ്. ജനങ്ങൾ ആലോചിക്കട്ടെ. ജനങ്ങളാണ് ഇതിൽ തീരും. ഞാൻ എന്ത് അധിക പ്രസംഗമാണെങ്കിൽ എനിക്ക് ഇനിയും അത് പറയേണ്ടി വരും. ജനങ്ങൾക്ക് വേണ്ടി ആണ് ഞാൻ സംസാരിച്ചത്. ഇപ്പൊ ഒരു എന്താ പറയാ, നിയമസഭാ സാമാജികനാകാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളാണല്ലോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കണല്ലേ. ഉള്ളത് ഞാൻ എന്താ പറയാ, സമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു പോകുന്ന അധികാരമുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്നാ മതിയല്ലോ. സുജിത് ആർസ് എന്ന് പറയുന്ന IPS ഓഫീസർ എൻ്റെ കാല് പിടിക്കുന്നത് നിങ്ങൾ കേട്ടതാണല്ലോ. സാറേ, 30 കൊല്ലം എനിക്ക് ഇനിയും സർവീസ് ഉണ്ട്, സാറിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും, സാറ് പറയുന്ന എന്ത് ജോലി ഞാൻ ചെയ്യും, ദയവായി എന്നെ ഉപദ്രവിക്കരുത്, ആ മരക്കേസ്, മരം പോയ നിങ്ങൾ കൊടുത്ത പരാതി ദയവായി ഒന്ന് പിൻവലിക്കണം അല്ലേ? എന്തെല്ലാം ഇട്ടെറിഞ്ഞു ഞാൻ. എൻ്റെ ജീവന് വല്ല സംരക്ഷണമുണ്ടോ? ഞാൻ സർവശക്തനായ ദൈവത്തിൽ എന്താ പറയുക അർപ്പിച്ച് നടക്കുന്നവരായതുകൊണ്ടാണ് ഞാൻ ഈ ഭൂമി കൂടെ എപ്പോഴും നടക്കുന്നത്. 4 ഗവൺമെന്റ്മാരുണ്ടായിരുന്നു, പിൻവലിച്ചില്ലേ? വീടിന് സംരക്ഷണം ഉണ്ടായിരുന്നു, പിൻവലിച്ചില്ലേ? എന്തെല്ലാം ഞാൻ നേരിടുന്നുണ്ട്. 3-4 സ്റ്റാഫിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു, എല്ലാം പോയില്ലേ? എന്തിനേറെ പറയുന്ന എൻ്റെ പാർക്ക് വിഷയം നിങ്ങൾക്കറിയാം. അത് 5-6 കൊല്ലം കേസ് കൂടി, സുപ്രീം കോടതി നടക്കം കേസ് കൂടി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അതോറിറ്റിയാണ് ഭൂമി സംബന്ധമായി പറയേണ്ടത്. ആ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ വന്ന് സർവേ നടത്തി ഇതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് റിപ്പോർട്ട് കൊടുത്തിട്ട്, ആ റിപ്പോർട്ടിന്റെ അടിയിൽ ആ പാർക്ക് പ്രവർത്തിക്കാൻ ഫംഗ്ഷൻ ചെയ്യാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മന്ത്രി കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ മതി. ആ ഫയൽ മേശപ്പുറത്ത് കിടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്കെന്താ 4 ദിവസം മാറിക്കൂടെ ഇരുന്നോ? 4 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ആ ഒപ്പിട്ട് വാങ്ങിയിട്ട്. ഇനി എന്താ നഷ്ടപ്പെടാൻ ബാക്കി? ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ സഹിക്കുകയാണ്. 28 കേസുണ്ട് PV അൻവറിന്റെ പേരിൽ. അറിയുള്ളൂ എങ്ങനെ 28 കേസുണ്ടായത്? ഈ ഗവൺമെന്റിനെതിരെ പറഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഈ പറയുന്ന ആർക്കെങ്കിലും ഒരു കേസുണ്ടോ? ഒറ്റ കേസ്. P ശശി കൊടുത്ത തലശ്ശേരിയിലെ കേസ് വിചാരണ ആരംഭിച്ചു. കഴിഞ്ഞ 17-ാം തീയതി എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, ലീവ് കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഇതെല്ലാം അനുഭവിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് ഒരു അധികാരം വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു തെറ്റിദ്ധാരണ. എന്താ പറയുക, ചില ആളുകളുടെ ധാരണ കത്രികപ്പൂട്ട് എന്ന് പറയും നമ്മളെ പണ്ടത്തെ ആളുകൾ. ഇങ്ങനെ
ഇങ്ങനെ കുടുക്കിയാൽ ഇവിടെ പിണറായി ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു ഇതാണ് കത്രിക പൂട്ട്. ഈ കത്രിക പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ, സഹായിക്കുന്നു. അത് പറയണോ? അങ്ങനെ വിചാരിക്കേണ്ടവർ EV Anwar ഈ മനുഷ്യനെ ഞാൻ ഭൂമിയിലിരിക്കാനാ ഉദ്ദേശിക്കുന്നത്.